നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുത്തങ്ങ തകരപ്പാടിയിൽ വൻ സ്ഫോടക വസ്തുവേട്ട. പിടിച്ചത് അമോണിയം നൈട്രേറ്റ് അടക്കം അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. സ്ഫോടക വസ്തു കടത്തിയത് കൊടുവള്ളിയിലേക്കും മഞ്ചേരിയിലേക്കുമെന്ന സൂചന. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഫോടക വസ്തുവേട്ടയെന്ന റിപ്പോർട്ട്. സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കണമെന്ന ആവശ്യം. കാരാപ്പുഴ ഡാമിലെ വെള്ളം മലിനം. കോളിഫോം ബാക്ടീരിയയും ഈക്കോളിയും അപകടകരമായ അളവിൽ. ആരോഗ്യവകുപ്പിന് ആശങ്ക. കൽപ്പറ്റയിലും സമീപ പഞ്ചായത്തുകളിലും കുടിക്കാൻ കാരാപ്പുഴ വെള്ളം. തമിഴ്നാട് വനാതിർത്തിയിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ വെണ്ണ, വഴിക്കടവ്, ഗൂഡല്ലൂർ വനം ഡിവിഷനുകളിൽ. GST കടകളിലെ പരിശോധന ചെറുക്കുമെന്ന വ്യാപാരികൾ. മലഞ്ചരക്ക് വ്യാപാരം നിലച്ചു. തോട്ടം മേഖലയിൽ പ്രക്ഷോഭം പുകയുന്നു. ലയങ്ങൾ താമസയോഗ്യമാക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരക്കാഹളം. ബത്തേരി കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയം ശനിയാഴ്ച ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. മുത്തങ്ങ തകരപ്പാടിയിൽ വൻ സ്ഫോടക വസ്തു വേട്ട. നിരോധിത സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് അടക്കം അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇന്ന് കാലത്ത് 8 മണിയോടെ പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 2 തൃശൂർ സ്വദേശികളും തമിഴ്നാട്ടുകാരായ 2 പേരുമടക്കം 4 പേർ അറസ്റ്റിൽ. ബാംഗ്ലൂരിൽ നിന്ന് മഞ്ചേരി, കൊടുവള്ളി എന്നിവിടങ്ങളിലേക്ക് കടത്തിയ സ്ഫോടക വസ്തുവാണ് പിടികൂടിയതെന്നാണ് സൂചന. കൊണ്ടുവന്നത് തെലങ്കാനയിൽ നിന്ന്. ഉള്ളിച്ചാക്കിനിടയിൽ സ്ഫോടക വസ്തുക്കൾ ഹാർബോർഡ് പെട്ടികളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. വയനാട് SP അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം ആരംഭിച്ചു. മുത്തങ്ങ തകരപ്പാടിക്ക് സമീപം വെച്ചാണ് ബത്തേരി പോലീസ് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ലോറിയും പൈലറ്റ് വാഹനവും 4 പേരും പിടിയിലായത്. ലോറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളായ 4725 കിലോ നിയോജൽ സ്റ്റിക്ക്, 4750 കിലോ നിരോധിച്ച അമോണിയം നൈട്രേറ്റ്, 200 കിലോ സേഫ്റ്റി ഫ്യൂസ് അഥവാ തിരി എന്നിവയാണ് കണ്ടെടുത്തത്. ലോറിയിൽ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ കാർബോർഡ് പെട്ടികളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ തൃശൂർ ദേശമംഗലം സ്വദേശി സത്യനേശൻ, ക്ലീനർ കൃഷ്ണകുമാർ, പൈലറ്റുകാരിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ രംഗനാഥൻ, സുരളീരാജൻ എന്നിവരുമാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കൊടുവള്ളി, മഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതെന്നാണ് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞതെന്നാണ് സൂചന. സംഭവത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ, DYSPമാരായ KP കുബേരൻ, TN സജീവൻ, VD വിജയൻ എന്നിവർ സ്ഥലത്തെത്തി സ്ഫോടകവസ്തുക്കൾ പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് വിഭാഗങ്ങളുമെത്തി പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ലോറിയിൽ നിന്നും വസ്തുക്കൾ ഇറക്കിയത്. സ്ഫോടകവസ്തുക്കൾ എന്താവശ്യത്തിനാണ് സംസ്ഥാനത്തേക്ക് എത്തിച്ചതെന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ബത്തേരി മുത്തങ്ങയിൽ ഇന്ന് നടത്തിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഫോടക വസ്തുവേട്ട. നിരോധിത സ്ഫോടക വസ്തുക്കൾ അടക്കം 10 ടണ്ണോളമാണ് പിടികൂടിയത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇന്ന് രാവിലെ മുത്തങ്ങ തകരപ്പാടിയിൽ വെച്ച് ബത്തേരി പോലീസ് പിടികൂടിയ സ്ഫോടക ശേഖരം സംസ്ഥാനത്ത് പോലീസ് പിടികൂടുന്ന ഏറ്റവും വലിയ സ്ഫോടക വസ്തു ശേഖര വേട്ടയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിനു മുമ്പ് പാലക്കാട് നിന്നുമാണ് കാര്യമായ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത്. നിരോധിത സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് അടക്കം 10 ടണ്ണോളം വസ്തുക്കളാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 4 പേർ പിടിയിലായത് കേസന്വേഷണത്തിൽ പോലീസിന് സ്ഫോടക വസ്തു ഉറവിടം കണ്ടെത്താൻ സഹായകരമാകുമെന്നാണ് സൂചന. നിയോജൽ സൂക്ഷിച്ചിരുന്ന കാർബോർഡ് പെട്ടികളിൽ തെലങ്കാനയിലെ നാൽഗോണ്ട ജില്ലയിലെ എക്സ്പ്ലോസീവ് കമ്പനിയുടെ പേരാണുള്ളത്. പക്ഷേ ഇതിൽ പ്രത്യേകമായി പതിച്ചിരുന്ന സ്റ്റിക്കർ കീറിയ നിലയിലുമാണ്. പൊതുവെ കരിങ്കൽ കോറികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കൂടിയാണിവ. എങ്കിലും കൃത്യമായ പെർമിറ്റുകളില്ലാതെ ഇത്രയും കൂടിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എത്തിച്ചതെന്ന കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പിടിയിലായവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വയനാട് ന്യൂസ്, ബത്തേരി. സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ജില്ലയിലും പ്രക്ഷോഭം തുടങ്ങി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച സമരമാണ് ജില്ലയിലും ശക്തിയാർജിച്ചത്. ഇതിന്റെ ഭാഗമായി 100 കണക്കിന് നഴ്സുമാർ ഇന്ന് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മിനിമം വേതനം പ്രഖ്യാപിക്കണമെന്നും ഈ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരമാണ് ജില്ലയിലും ആരംഭിച്ചത്. ഒത്തുതീർപ്പിലെത്തിക്കാൻ സർക്കാർ നടപടികളെടുത്തെങ്കിലും പ്രതിഷേധമുയരുകയാണ്. 4 തവണ ചർച്ച നടന്നെങ്കിലും നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. മിനിമം വേതനം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകാത്തതാണ് പ്രധാന തടസ്സം. ബലരാമൻ കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി ജൂലൈ 11 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും.
സംസ്ഥാനത്തെ 2/3 നഴ്സുമാർ പണിമുടക്കി മാർച്ചിൽ പങ്കെടുക്കും. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കിയിട്ടുണ്ട്. കളക്ടറേറ്റ് മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജനപാൽ ഉദ്ഘാടനം ചെയ്തു. ബെൽജോ എലിയാസ്, ഷോബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 10 ദിവസത്തിനകം അല്ലെങ്കിൽ 20 ദിവസത്തിനകം ഏറ്റവും ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ശമ്പളപരിഷ്കരണം ഏകപക്ഷീയമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി ആരോഗ്യമേഖല സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടിയിലേക്കാണ് വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാരാപ്പുഴ ഡാമിലെ വെള്ളം മലിനം. കോളിഫോം ബാക്ടീരിയയും ഈ കോളിയും അപകടകരമായ അളവിൽ. കേരള വെറ്റിനറി സർവകലാശാലയിലെ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കാരാപ്പുഴ റിസർവോയറിൽ നിന്നാണ് കൽപ്പറ്റ നഗരത്തിലേക്കടക്കം കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഡാമിലെ വെള്ളത്തിൽ മനുഷ്യവിസർജ്യം ഗുരുതരമായ അളവിൽ കലർന്ന സൂചന. പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് കാരാപ്പുഴ റിസർവോയറിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം 100 മില്ലി വെള്ളത്തിൽ 1600 MPN-ൽ 47 MPN ആണ് ഈ കോളിയുടെ അളവ്. മനുഷ്യമലത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൽ കൗണ്ട് 140 MPN ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് കാരാപ്പുഴ വെള്ളത്തിൽ മനുഷ്യവിസർജ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് അറപ്പുളവാക്കുന്നതും രോഗാതുരവുമായ ഈ റിസൾട്ട് വെളിപ്പെട്ടത്. മാലിന്യം വാർത്തയായ രാത്രിയിൽ തന്നെ ഇത് കുറേയൊക്കെ നീക്കം ചെയ്തിരുന്നു. പ്ലാസ്റ്റിക്കിന് തുല്യമായ കോട്ടിങ്ങിനകത്താക്കി മാലിന്യം ഡാമിൽ തള്ളിയതാണെന്ന് കരുതുന്നു. ജല അതോറിറ്റി ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന നിലപാട് അറിയിക്കുകയായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാലിന്യ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ലഭിച്ച പരിശോധനാ ഫലം ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് കരുതുന്നു. കുടിക്കാനായി കൽപ്പറ്റ നഗരസഭയിലും പഞ്ചായത്തുകളിലും വിതരണം ചെയ്യുന്ന ഈ വെള്ളത്തിലൂടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ആധുനിക ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൃത്യമായി ശുദ്ധീകരിക്കാതെയും ക്ലോറിനേറ്റ് ചെയ്യാതെയുമാണ് കാരാപ്പുഴ വെള്ളം വിതരണം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. പാക്കം ചീപ്രം കോളനിക്ക് സമീപമാണ് കഴിഞ്ഞ മാസം തിരിച്ചറിയാനാവാത്ത മാലിന്യം പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വയനാട് നിലമ്പൂർ കാടുകളിൽ കടന്ന് തമിഴ്നാട് വനത്തിലേക്ക് മാവോവാദികൾ നുഴഞ്ഞുകയറുന്നത് തടയാൻ തമിഴ്നാട് മാവോവാദി പ്രതിരോധ സേന തിരച്ചിൽ നടത്തി. ബെണ്ണ, വഴിക്കടവ്, ഗുഡല്ലൂർ വനം ഡിവിഷനുകളിലായിരുന്നു തിരച്ചിൽ. കേരള തമിഴ്നാട് അതിർത്തി വനമേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സേന തിരച്ചിൽ നടത്തിയത്. പ്രദേശത്തെ ആദിവാസി കോളനികളും സ്വകാര്യ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പാടികളും സംഘം സന്ദർശിച്ചു. ദേവാല, ഗ്ലെൻറോക്ക്, ചെട്യാലത്തൂർ ഗ്രാമത്തോട് ചേർന്ന ബെണ്ണ ഫോറസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ ദിവസങ്ങളായി സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അപരിചിതരായ ആളുകളെ കണ്ടാൽ വിവരമറിയിക്കാൻ പ്രദേശവാസികളോട് NSD സേനാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ന്യൂസ്, ചീരാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ മാട്ടിറച്ചി നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് കർഷക സംഘം നടത്തുന്ന ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാനന്തവാടിയിൽ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. നിയന്ത്രണം പിൻവലിക്കുക, പൗരന്റെ ഭക്ഷണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PG വിജയൻ അധ്യക്ഷനായിരുന്നു. AV മാത്യു, CK ശങ്കരൻ, NM ആന്റണി, സോമൻ, സണ്ണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്തുതൊഴിലാളി യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കള്ളുചെത്ത് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, സർക്കാർ നിയന്ത്രണത്തിൽ കള്ള് വ്യവസായ ബോർഡ് രൂപീകരിക്കുക, പൂട്ടിയ ഷാപ്പ് തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. PK മൂർത്തി ഉദ്ഘാടനം ചെയ്തു. SG സുകുമാരൻ, രഘു, സതീഷ് കരടിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ റേഷൻ കാർഡുകളിലെ അപാകതകൾ തിരുത്താൻ നടപടി ആവശ്യപ്പെട്ട് മാനന്തവാടിയിൽ കോൺഗ്രസ് നേതാക്കൾ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസറെ തടഞ്ഞുവെച്ചു. APLകാരെ BPL ആക്കുകയും അർഹതയില്ലാത്തവരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിനാണ് പ്രതിഷേധം. പരാതി നൽകാൻ സപ്ലൈ ഓഫീസുകളിൽ എത്തുന്ന കാർഡ് ഉടമകളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പരാതി ഉന്നയിച്ചു. റേഷൻ കടക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കാർഡുകൾ തരംതിരിക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും മുഴുവൻ റേഷൻ കാർഡ് ഉടമകളുടെയും വിലാസം ഉൾപ്പെടെ കാർഡിന്റെ കാറ്റഗറി അനുസരിച്ചുള്ള ലിസ്റ്റ് പുറത്തുവിടണമെന്നും ഗ്രാമസഭകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി അനർഹരെ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് C. അബ്ദുൾ അഷ്റഫിന്റെ നേതൃത്വത്തിൽ PT മുത്തലിബ്, മുജീബ് കോടിയോടൻ, AM നിഷാന്ത്, മുസ്തഫ എറമ്പയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അർഹതയില്ലാത്തവരാ കംപ്ലീറ്റ് അവിടെ നിന്ന് വെട്ടിച്ചിട്ട് തായാക്കി നിത്യരോഗിയായ 3 പേരെ ഞങ്ങളെ വാർഡിലുണ്ട്. ഞങ്ങളെ വാർഡിൽ നിന്ന് എന്താ ചെയ്തു പറഞ്ഞാൽ ഞങ്ങളെ പോലത്തെ ഒരു പിരിവെടുത്തിട്ട് കൊടുത്തിട്ട് ഗുളിക വാങ്ങി കൊടുക്കുന്ന കുടുംബത്തിന് BPL ആക്കി APL ആക്കി.
അല്ലാതെ കുറേ കൂടുതൽ തോട്ടവും കാര്യമുള്ളവരെ APL ആക്കിയിട്ട് AY കാർഡുമായി കൊടുത്ത ഒരു അറിവാണ് ഈ സർക്കാരിനുണ്ടായത്. വയനാട് ന്യൂസ്, മാനന്തവാടി. തൊഴിലുറപ്പ് കൂലി വിതരണം ചെയ്യുക, പഞ്ചായത്ത് ഭരണസമിതിയുടെ ദൂർത്ത് അവസാനിപ്പിക്കുക, പ്രതിപക്ഷ മെമ്പർമാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചീരാൽ നെന്മേനി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മേനി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെന്മേനി മണ്ഡലം പ്രസിഡന്റ് CT ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KR സാജൻ, TJ ജോസഫ്, എടക്കൽ മോഹനൻ, KV ശശി, P ഉസ്മാൻ, VT ബേബി, പ്രസന്ന ശശീന്ദ്രൻ, ജയാമുരളി തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി പൂമല മണിച്ചിറക്കുന്നത്ത് 18-ാം വീട്ടിൽ ഗോപകുമാർ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ടെറസിൽ കെട്ടിനിന്ന വെള്ളം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടുടമസ്ഥനായ ഗോപകുമാർ കാൽകഴുതി വീണ് മരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ടിപ്പർ ഡ്രൈവറാണ് ഗോപകുമാർ. GSTയെ സംബന്ധിച്ച് നടപ്പിലാക്കിയവർക്കും നടത്തേണ്ടവർക്കും വ്യക്തമായ ബോധ്യമില്ലാതെ ഉദ്യോഗസ്ഥരെ അനാവശ്യമായി കടകളിൽ പരിശോധനയ്ക്ക് അയച്ചാൽ ചെറുക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികളെയും പൊതുജനങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന നടപടിയാണ് GST നടപ്പിലാക്കിയതിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. 1986-ൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ആലോചന തുടങ്ങിയ GST 31 വർഷങ്ങൾക്കിപ്പുറവും അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു നിയമമാണ് കേന്ദ്ര സർക്കാർ പൊടുന്നനെ പൊതുജനത്തിലേക്ക് അടിച്ചേൽപ്പിച്ചത്. ഇത് കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് ഇടിത്തിയായി വന്നിരിക്കുകയാണ്. മൂല്യവർദ്ധിത നികുതി പ്രകാരം വാങ്ങിയ സ്റ്റോക്കുള്ള സാധനങ്ങൾ GST പ്രകാരം വർദ്ധിച്ച നിരക്കിൽ നികുതി ഈടാക്കാതെ വിറ്റാൽ അതിന്റെ ബാധ്യത ആർക്കെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ചെറുകിട വ്യാപാരികളെ ആശങ്കയുടെ നിഴലിൽ സർക്കാരും ഉദ്യോഗസ്ഥരും നിർത്തിയിരിക്കുകയാണ്. ഇത് അനീതിയാണ്. സംസ്ഥാന സർക്കാർ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച GST നിരക്ക് പൂർണ്ണമല്ലെന്ന് അതിൽ നിന്നു തന്നെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ GSTയിൽ വ്യക്തത വരുത്തി ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കണം. ഇതിനു വിരുദ്ധമായി ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങളിൽ വില കൂട്ടി വിൽക്കുന്നുവെന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തി കേസെടുത്താൽ വ്യാപാര മേഖലയിൽ അനിശ്ചിതത്വമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. ചരക്കുസേവന നികുതിയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി വ്യാപാര സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ കയറ്റി പരിശോധന നടത്തിയാൽ കടകൾ അനിശ്ചിതകാലം അടച്ചിട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇതിന്റെ ഭാഗമായാണ് വരുന്ന 11-ന് സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. അന്നേ ദിവസം യൂണിറ്റ് തലങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ MRPയിൽ വിൽക്കുന്നില്ല, കൊള്ളലാഭം എടുക്കുന്നു, കച്ചവടക്കാർ കൊള്ളലാഭം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗൽ മെട്രോളജിയെയും വാണിജ്യ നികുതി വകുപ്പിനെയും ഒക്കെ കടകളിൽ കയറ്റി ഏകദേശം 10,000-ഓളം കച്ചവടക്കാരുടെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലീഗൽ മെട്രോളജീൻ്റെ നിയമം അനുസരിച്ച് 5 പാർട്ണർമാരുള്ള ഒരു കടയിൽ കേസെടുത്താൽ 5 പാർട്ണർമാർക്കും 5,000 രൂപ ഫൈൻ, മാക്സിമം ഫൈൻ 5,000 ആണ്. 5 പാർട്ണർമാർക്കും തിരുവനന്തപുരത്തൊക്കെ പാർട്ണർഷിപ്പുള്ള കടകളിൽ 25,000 രൂപ വരെ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശക്തമായ സമരപരിപാടിയായിട്ട് സംഘടന മുന്നോട്ട് പോകും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. GST മലഞ്ചരക്ക് വ്യാപാരികൾക്കും കർഷകർക്കും ഒരുപോലെ കീറാമുട്ടിയായി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയാത്ത പ്രതിസന്ധിയിലാണ് മലഞ്ചരക്ക് വിപണി. പർച്ചേസ് സെയിൽസ് ബില്ലുകൾ എങ്ങനെ തയ്യാറാക്കണമെന്ന കാര്യത്തിൽ വ്യാപാരികൾക്ക് വ്യക്തതയില്ല. ബില്ലെഴുതുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ താമസിയാതെ വിവരങ്ങൾ ലഭ്യമാകുമെന്നും വ്യക്തത വന്നിട്ട് ബില്ലെഴുതിയാൽ മതിയെന്നുമാണ് മറുപടി. ബില്ലില്ലാതെ കച്ചവടങ്ങൾ നടത്താൻ പാടില്ലെന്ന ഉത്തരവുള്ളതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് മലഞ്ചരക്ക് വ്യാപാരികൾ. മലഞ്ചരക്കും മറ്റും വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കരുതേണ്ട ഡെലിവറി നോട്ടീസിന്റെ ഫോറം കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരു പ്രതിസന്ധിയാണ്. കാപ്പി, കുരുമുളക്, ഏലം, റബ്ബർ തുടങ്ങിയവ വിപണിയിലെത്തിച്ച് നിത്യേന വിറ്റ് ഉപജീവനം നടത്തുന്ന ഇത്തരം ചെറുകിട കർഷകരെയാണ് പ്രതിസന്ധി ബാധിച്ചത്. മലഞ്ചരക്ക് വ്യാപാര മേഖലയിൽ കമ്പ്യൂട്ടറുകളിൽ GSTയുടെ യഥാർത്ഥ രൂപം ഇതുവരെ വന്നിട്ടില്ല. അതിനാൽ ഞങ്ങളിപ്പോൾ എങ്ങനെ സാധനങ്ങൾ വാങ്ങണമെന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. വിൽപ്പനയ്ക്കും ബുദ്ധിമുട്ടാണ്. വയനാട് ന്യൂസ്, മേപ്പാടി. പുൽപ്പള്ളി താഴെയങ്ങാടിയിലെ മദ്യവിൽപ്പനശാലയുടെ പ്രവർത്തനം വിനയായി. മദ്യവിൽപ്പനശാല ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ ഇനിയും നടപടിയായില്ല. നേരം വെളുക്കുന്നത് മുതൽ രാത്രി വരെ മദ്യപന്മാരുടെ നീണ്ട നിരയും ബഹളവും മൂലം ഇതുവഴി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. താഴെയങ്ങാടി കടൽമാട് പാലം മുതൽ മദ്യപാനികളുടെ വിളയാട്ടം മൂലം വിദ്യാർത്ഥികളടക്കമുള്ളവർ ബുദ്ധിമുട്ടുകയാണ്. മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം പുതിയതായി തുടങ്ങിയ കടകളിലും മദ്യപിക്കാൻ സൗകര്യമൊരുക്കിയതോടെ മദ്യപാനികൾ ഒത്തുകൂടുന്ന കേന്ദ്രമായി ഈ വഴി മാറിയിരിക്കുന്നു. റോഡിൽ ഗതാഗത തടസ്സവും അപകടവും ഉണ്ടാകുന്ന വിധത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം.
വഴിയോരത്തുള്ള മദ്യഷാപ്പ് ജനവാസ കേന്ദ്രമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യമുയർന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗതാഗത തടസ്സവും അപകട ഭീഷണിയുമുള്ള സ്ഥലത്താണ് മദ്യവിൽപ്പനശാലയെന്ന് പോലീസ് അധികൃതർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും വിൽപ്പന കേന്ദ്രം മാറ്റാൻ നടപടിയെടുക്കുന്നില്ല. മദ്യവിൽപ്പനശാല മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം അറിയിച്ചവരെല്ലാം ഈ പ്രശ്നത്തിൽ നിന്ന് പിൻവാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് 1 മാസം മുമ്പാണ് ജനങ്ങളുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് മെയ് 30 ഇവിടേക്ക് മാറ്റിയത്. സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഔട്ട്ലെറ്റ് ഉടൻ നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിൽപ്പനശാലയ്ക്ക് ആവശ്യമായ അനുമതി നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആദിവാസികളുടെ പുനരധിവാസം 1ാം ഘട്ടം പൂർത്തീകരിച്ച് തമിഴ്നാട് സർക്കാർ. മുതുമല കടുവ സങ്കേതത്തിലെ 35 ആദിവാസി കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ നെല്ലിയാമ്പതി എന്ന പ്രത്യേക ഗ്രാമമുണ്ടാക്കി പുനരധിവസിപ്പിച്ചത്. വൈദ്യുതി, വെള്ളം, വീട്, കൃഷിയിടം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് മുതുമല വനാന്തരങ്ങളിൽ നിന്ന് നെല്ലിയാമ്പതിയിൽ പുനരധിവസിപ്പിച്ചത്. കാട്ടുനായ്ക്ക, പണിയ, മാണ്ടാടൻ ചെട്ടി വിഭാഗങ്ങളിലുള്ള ആദിവാസികളാണ് മുതുമല വനാന്തരങ്ങളിൽ താമസിച്ചിരുന്നത്. ഗോൾഡൻ ഷെയ്ക്ക് എന്ന് നാമകരണം ചെയ്ത പദ്ധതിയിൽ 3 ഘട്ടങ്ങളായിട്ടാണ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ പുനരധിവാസത്തിന് നൽകുന്നത്. തമിഴ്നാട് സർക്കാരാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൃഷിഭൂമിയും നൽകുന്നത്. അടുത്ത മാസം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ് കുടുംബാംഗങ്ങളെല്ലാം. പുതുതായി ലഭിച്ച കൃഷിയിടത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ മാണ്ടാടൻ ചെട്ടി വിഭാഗത്തിൽപ്പെട്ട 35 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചത്. 2ാം ഘട്ട പ്രവർത്തനം അയ്യങ്കൊല്ലിക്കടുത്ത ചണ്ണക്കൊല്ലിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ഘട്ടമായിട്ട് ഞങ്ങൾ താമസിക്കാൻ അടുത്ത് പോകുന്നുണ്ട്. ഇവിടെ കൃഷി തുടങ്ങി. അവിടെ ഒരു കൃഷിയെല്ലാം മൃഗത്തിന് ശല്യമുണ്ട്. അവിടെ എല്ലാ കൃഷിയും നിർത്തി ഇവിടെയാണ് ഇപ്പോൾ കൃഷി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് കൃഷിയല്ലാതാണ് ജീവിതമാർഗത്തിന്, വേറെ ഒന്നുമില്ല. വേറെ ഒരു തൊഴിൽ നമുക്കറിയില്ല. ഞങ്ങൾ പൂർവികമായിട്ട് കൃഷിയാണ്. ഉടനെ ഈ മഴ കർക്കിടക മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ എത്ര പെട്ടെന്ന് താമസിക്കാൻ അത്ര പറ്റുമോ അത്ര ഞങ്ങൾ താമസിക്കാൻ റെഡിയായിട്ടുണ്ട്. അതിന് പറ്റിയ സഹകരണം ഗവൺമെൻറ് ചെയ്തുകൊണ്ടേയിരിക്കണം. കേരളത്തിലെ ചെട്ടിയാലത്തൂർ ഗ്രാമവാസികളെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരികയാണ് തമിഴ്നാട് സർക്കാർ. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാൽ. മൂപ്പൈനാട് പഞ്ചായത്ത് 1ാം വാർഡിൽ ജയ്ഹിന്ദ് കോളനി റോഡ് പ്രവൃത്തിയിൽ അഴിമതി ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം റോഡ് തകർന്നതിനെ തുടർന്നാണ് ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം. തട്ടികപ്പാലം ജയ്ഹിന്ദ് ആദിവാസി കോളനിയിലേക്കുള്ള 1 കിലോമീറ്റർ റോഡ് ആദ്യമായാണ് ടാറിംഗ് ചെയ്തത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ടാറിംഗ് ചെയ്തതെന്നാണ് ആരോപണം. റോഡിൽ 1.5 ഇഞ്ച് മെറ്റൽ പതിപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് മുകളിൽ ടാറിംഗ് പ്രവൃത്തി നടത്തേണ്ടത്. ഇതിനു പകരം ഈ റോഡ് പ്രവൃത്തിയിൽ ചളിമണ്ണിന് മുകളിൽ കല്ലും ടാറും ഒരുമിച്ച് ഒറ്റ ചെലവിൽ പ്രവൃത്തി നടത്തി കരാറുകാരൻ പോവുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ATSPയുടെ 21 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് വഴി ടെൻഡർ വിളിച്ചാണ് കരാറുകാരന് പ്രവർത്തനാനുമതി നൽകിയത്. റോഡ് വാഹന ഗതാഗത യോഗ്യമല്ലാതായതോടെ 80ഓളം ആദിവാസി കുടുംബങ്ങളും പ്രദേശവാസികളും വിജിലൻസിന് പരാതി നൽകാൻ തയ്യാറാവുകയാണ്. ആദിവാസി കോളനികൾ 70-80ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുകയും ഒരു അംഗൻവാടിയും ഒരു സ്കൂളും നിലനിൽക്കുന്ന ഈ റോഡ് പണി കഴിച്ചിട്ട് 30 ദിവസം തികയുന്ന മുമ്പ് അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് തികച്ചും അഴിമതിയും അന്യായമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭരണാധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഉണ്ടെന്ന് പറയാനല്ലാതെ ആ പരാതിയെക്കുറിച്ചോ യാതൊരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല. വയനാട് ന്യൂസ്, മേപ്പാടി. എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITയുടെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികൾ വിവിധ എസ്റ്റേറ്റ് ഓഫീസുകളുടെ മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശമ്പളം നേരിട്ട് നൽകുക, തൊഴിലാളികളുടെ ഒഴിവ് നികത്തുക, തൊഴിലാളികൾക്കും ആശ്രിതർക്കും ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക, സർവീസിൽ നിന്നും പിരിയുന്ന തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി ഉടൻ നൽകുക, പാടികൾ താമസയോഗ്യമാക്കുക, വീട് നിർമ്മിക്കാൻ ഭൂമി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. അരപ്പറ്റ HML ഗ്രൂപ്പ് ഓഫീസിന് മുന്നിൽ CITU ജില്ലാ നേതാവ് P. ഗിഗാറിൻ സമരം ഉദ്ഘാടനം ചെയ്തു. ചുരന്മല സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് മുന്നിൽ KT ബാലകൃഷ്ണൻ, റിപ്പൻ പോഡാർ പ്ലാന്റേഷൻ എസ്റ്റേറ്റിൽ C. സെയ്തലവി, കോട്ടനാട് എസ്റ്റേറ്റിൽ KK സഹദ് എന്നിവർ നേതൃത്വം നൽകി. ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതുതായി നിർമ്മിച്ച ബത്തേരി കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 8-ന് ഹൈക്കോടതി ജസ്റ്റിസ് കെമാൽ പാഷ നിർവഹിക്കുമെന്ന് ബത്തേരി ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1,69 ലക്ഷം രൂപ മുടക്കി ആധുനികവൽക്കരിച്ച സമുച്ചയത്തിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ, കോർട്ട് സർവീസ്, ടച്ച് സ്ക്രീൻ സർവീസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
സുൽത്താൻ കോടതി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം 8/7/2017 തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ കമാൽ പാഷ നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് വയനാട് MP MI ഷാനവാസാണ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബത്തേരി MLA IC ബാലകൃഷ്ണനാണ്. ആ ചടങ്ങിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷാകുമാരി ആശംസകൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ബത്തേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വയനാട്ടിലെ കൽപ്പറ്റ മാനന്തവാടി പാലസൂർ പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ ആശംസകൾ പങ്കെടുക്കുന്നതാണ്. ഈ വളരെ ആധുനിക സൗകര്യത്തോടു കൂടിയാണ് കോടതി സമുച്ചയം എന്നിവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. മഴയില്ല. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങളിൽ ആശങ്ക. ചേകാടി, കൊളവള്ളി, പെരിക്കല്ലൂർ, മരക്കടവ്, പാക്കം പാടശേഖരങ്ങളിൽ ഇതുവരെ നെൽകൃഷി ആരംഭിച്ചില്ല. ചേകാടി പാടശേഖരത്ത് 150ഓളം കർഷകരുടെ 250 ഏക്കറോളം വയലുണ്ട്. ഇതുവരെ 6 പേർ മാത്രമാണ് വിത്തിട്ടത്. കൊളവള്ളിയിലും മരക്കടവിലും വിത്തിടാനോ നിലമൊരുക്കാനോ വെള്ളം ലഭിച്ചിട്ടില്ല. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ കിട്ടുന്ന മഴ പോലും വയനാടിന്റെ നെല്ലറയായ ഈ മേഖലകളിൽ കിട്ടുന്നില്ല. വിത്തിറക്കിയവർക്ക് പാടമൊരുക്കാനും ഞാറ് പറിച്ചു നടാനും കഴിഞ്ഞിട്ടില്ല. തുടർമഴ കിട്ടാത്തതിനാൽ ഞാറ് പലയിടങ്ങളിലും കരിഞ്ഞുപോയി. ചേകാടിയിൽ ജലസേചനത്തിന് 1.67 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ പദ്ധതി ഉപയോഗശൂന്യമാണ്. ഇപ്പോഴും മോട്ടോർ പമ്പ് ഉപയോഗിച്ചാണ് കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നത്. പാക്കം, ചേകാടി മേഖലകളിൽ നെൽകൃഷിയെ ജീവനു തുല്യം സ്നേഹിക്കുന്ന കർഷകരുണ്ട്. രാവും പകലും നെല്ലിന് കാവലിരുന്ന് വന്യമൃഗശല്യങ്ങൾ അതിജീവിച്ചാണ് പലപ്പോഴും ഇവിടെ നെൽകൃഷി അതിജീവനം തേടുന്നത്. എന്നാൽ മഴ ചതിക്കുന്ന ഈ കാലങ്ങളിൽ ഫലപ്രദമായ ജലസേചന സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. മഴ കിട്ടാത്തത് കാരണം വയൽപ്പണികൾ തുടരാത്തത് ആദിവാസി കുടിലുകളിൽ വറുതി കൊണ്ടുവന്നിരിക്കുകയാണ്. വയലൊരുക്കലും ഞാറ് പറിച്ചു നടലും എല്ലാം മുടങ്ങി. തൊഴിലുറപ്പ് പദ്ധതി മേഖലയെയും മുടങ്ങി. ചെയ്ത ജോലിക്ക് കൂലിയും കിട്ടിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയും ചെറുകിട കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. മഴക്കുറവ് വരാനിരിക്കുന്ന രൂക്ഷമായ വേനലിനെയും വരൾച്ചയെയും കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. കബനിയിൽ ഒരിറ്റുപോലും ജലനിരപ്പ് ഉയർന്നിട്ടില്ല. മേഖലയിലെ കിണറുകളുടെയും കുളങ്ങളുടെയും തോടുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മേഖലയെ രക്ഷിക്കാൻ അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളെടുക്കേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഡെക്കാനിലെ വരൾച്ചാ വ്യാപനത്തിന്റെ ഇരയാവുകയാണ് വയനാടിന്റെ ഈ അതിർത്തി മേഖല എന്ന കാര്യം ഭരണസാരഥികൾ മറക്കരുത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മാനന്തവാടി മണ്ഡലം മഴക്കാലപൂർവ്വ ശുചീകരണ അവലോകന യോഗം കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. OR കേളു MLA അധ്യക്ഷനായിരുന്നു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് മാലിന്യ സംസ്കരണത്തിലൂന്നിയ ശുചിത്വ പരിപാലനം തുടർ പ്രക്രിയ ആക്കണമെന്നും സ്വന്തം വീടും സ്ഥാപനങ്ങളും ശുചീകരിച്ചുകൊണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാതൃക കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ സർവൈലൻസ് ഓഫീസ് ഡോക്ടർ B. ജിതേഷ് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്ക് അവതരിപ്പിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിലെയും താമസ സ്ഥലങ്ങളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുവാൻ ആരോഗ്യ തൊഴിൽ വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ശുചിത്വ പരിശോധന ഊർജിതപ്പെടുത്തും. കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർമാരിലൂടെ ആരോഗ്യ സന്ദേശങ്ങൾ വീടുകളിലെത്തിക്കും. കുടിവെള്ള സ്രോതസ്സുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ മാസ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രദീപ ശശി എന്നിവർ സംസാരിച്ചു. വളരെ ആക്റ്റീവായിട്ട് ഈ വർഷത്തെ ഡെങ്കിപ്പനിയുടെ ഔട്ട്ബ്രേക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ 75ഓളം മരണങ്ങൾ നടന്നതിൽ ഭൂരിപക്ഷവും സാധാരണ മരിക്കുന്നത് വളരെ പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ, ഇപ്പോൾ പ്രഷർ, പ്രമേഹം അടക്കമുള്ള മറ്റ് ഹൃദയത്തിന്റെ തകരാറൊക്കെ ഉള്ള ആളുകളാണ് മരണത്തിൽ കീഴടങ്ങുന്നത്. അതേസമയത്ത് ഈ വർഷം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും മരിച്ചിട്ടുള്ളത്. 75-ൽ ഏതാണ്ട് 55-56 പേര് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. ബീറ്റ തലാസിമിയ രോഗം ബാധിച്ച 3.5 വയസ്സുകാരിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമ്പലവേൽ കുപ്പക്കൊല്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകി. കോലമ്പറ്റ കാരക്കുനി മുഹമ്മദ് നിയാസിന്റെ മകൾ നിയ ഫാത്തിമയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാടൊന്നിച്ചത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്നും മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് 35 ലക്ഷം രൂപയോളം ചിലവ് വരും. കുട്ടിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയ ചികിത്സയ്ക്ക് വേണ്ടി ആകെയുണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും വീടും വിറ്റുകഴിഞ്ഞു. വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ കുരുന്നിന്റെ ജീവന് വേണ്ടി പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ സഹകരണ ബാങ്ക് അമ്പലവേൽ ശാഖയിൽ
അക്കൗണ്ട് നമ്പർ 13020200422223 നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കനിവുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് നിയ ഫാത്തിമയുടെ ഉമ്മയും ബാപ്പയും. നിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ 6 മാസം ആയപ്പോൾ അറിഞ്ഞ ഈ അസുഖത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലം വീടും വിറ്റിട്ട് ഏകദേശം ഒരു 17-18 ലക്ഷം രൂപയോളം അദ്ദേഹം ഇപ്പോൾ ഈ രോഗത്തിന് വേണ്ടി ചിലവാക്കി. അദ്ദേഹം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പച്ചമരുന്ന് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് കഴിയുന്ന സാമ്പത്തികത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചികിത്സ നടത്തിയെങ്കിലും യാതൊരു ശമനവും നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. വ്രണങ്ങൾ തൊട്ടുണക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ ആത്മീയ മൂല്യങ്ങളുടെ മനുഷ്യ മാതൃകയാവുകയാണ് ചീങ്ങേരി പള്ളി വികാരി ഫാദർ ഷിബു കുറ്റിപറിച്ചൽ എന്ന നല്ല ഇടയൻ. സ്നേഹം നിറഞ്ഞ ബാബുദർശന് നിറഞ്ഞ മനസ്സോടെ ഒരു നല്ല പേടിയോടുകൂടെ 3 വർഷം മുമ്പാണ് അമ്പലവയൽ പഞ്ചായത്തിലെ ചീങ്ങേരി പള്ളി വികാരിയായി ഷിബു അച്ഛൻ എത്തിയത്. അവശയും രോഗിയുമായ ഒരു മുസ്ലിം യുവതിക്ക് സ്വന്തം വൃക്ക ദാനം ചെയ്ത് വാർത്തകളിൽ നിറഞ്ഞ ഷിബു അച്ഛനെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് മാത്രം. സ്വന്തം ഇടവകയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഫീനിക്സ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചു ഷിബു അച്ഛൻ. ചില വ്യക്തിത്വങ്ങളുടെ ഒറ്റപ്പെട്ട മാനസിക ഔദാര്യമല്ല ജീവകാരുണ്യമെന്നും അതൊരു ആത്മീയ മൂല്യമാണെന്നും പഠിപ്പിച്ച് ഇടവകയിലെ പുതുതലമുറയെ ഫീനിക്സ് കൂട്ടായ്മയിലേക്ക് ആകർഷിക്കാൻ ഷിബു അച്ഛന് സാധിച്ചു. രോഗങ്ങളിലും ദുരിതങ്ങളിലും ചാമ്പലായവർക്ക് പുതിയ ചിറകുകൾ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷിബു അച്ഛൻ്റെ ഫീനിക്സ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു. ആദ്യഘട്ടങ്ങളിൽ കാൻസർ രോഗികളെ പ്രത്യേകമായി കണ്ടെത്തി ചികിത്സാ സഹായവും സഹജീവി സ്നേഹവും നൽകാൻ ഷിബു അച്ഛൻ പ്രത്യേക ശുഷ്കാന്തി കാണിച്ചു. കാൻസർ രോഗികൾക്കും മറ്റും ആവശ്യമായ ഭാരിച്ച ചെലവുകൾ എങ്ങനെ വഹിക്കുമെന്ന കാര്യത്തിൽ ഷിബു അച്ഛന് ആശങ്കകളുണ്ടായിരുന്നില്ല. മനുഷ്യരിലെ നന്മയിലും പരസ്പര സ്നേഹത്തിലും ദൈവത്തിലെന്ന പോലെ വിശ്വാസമർപ്പിച്ച ഈ നല്ല ഇടയൻ ഇടവക അംഗങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരിൽ നിന്നും ധനസ്വരൂപണം നിർവഹിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, സ്വകാര്യ ബസ് ജീവനക്കാർ, ബസ് ഉടമകൾ എന്നിവർ ജീവകാരുണ്യ സന്ദേശങ്ങളിൽ പ്രചോദിതരായി അച്ഛനോടൊപ്പം കൈകോർത്തു. പോത്തുകെട്ടിയിലെ യുവാക്കളുടെ സംഘം കരോൾ സർവീസ് നടത്തിയാണ് ഈ കാരുണ്യയജ്ഞത്തിന് ധനം സ്വരൂപിച്ചത്. 3 വർഷങ്ങൾക്കിടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 17 പെൺകുട്ടികളെ കണ്ടെത്തി ധനസഹായം ചെയ്ത് ഫീനിക്സ് കൂട്ടായ്മ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചു. ഡയാലിസിസിനും മറ്റുമായി കാൻസർ രോഗികൾക്ക് ഇതിനിടെ വൻ തുക ഫീനിക്സ് സഹായം ചെയ്തു. ഷിബു അച്ഛൻ്റെ നേതൃത്വത്തിൽ വയനാടിന് സ്വന്തമായൊരു ഹ്യൂമാനിറ്റേറിയൻ സെൻറ്റർ എന്ന ലക്ഷ്യവുമായി കൂട് എന്ന പേരിൽ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഫീനിക്സ് കൂട്ടായ്മ. പുതിയ പദ്ധതി അച്ഛൻ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് കൂട്. ആ കൂടിൽ അതിലെ ഗവൺമെൻറ് ആസ്പത്രികളിലും അനാഥശാലകളിലും എല്ലാം ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് അപ്പക്കൂട് എന്ന് പറയുന്ന ഈ കൂട്ടിൽ തന്നെയുള്ള ഒരു ആദ്യത്തെ പ്രോജക്റ്റാണത്. ബിനീഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. മഹല്ല് സാരഥികൾക്ക് ഭരണ IT മേഖലയിൽ സമഗ്ര പരിശീലനം നൽകുന്നതിന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹല്ല് കൂട്ടം 2017 ശനിയാഴ്ച കൽപ്പറ്റ ദാറുൽ ഫലാഹിൽ നടക്കും. സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഈ മഹല്ല് പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ജില്ലയിൽ ഏതാണ്ട് 150ഓളം മഹല്ല് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജില്ലാ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ഈ വരുന്ന 8-ാം തീയതി മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കൽപ്പറ്റയിലെ ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയയിൽ ജില്ലയിലെ 1000ഓളം മഹല്ല് സ്ഥാപന പ്രതിനിധികൾക്ക് ഭരണ IT മേഖലയിൽ ഈ മഹല്ല് പദ്ധതി പരിചയപ്പെടുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ് മാനന്തവാടി യൂണിറ്റിന്റെ സഹകരണത്തോടെ ജൂലൈ 9 പ്രാണ ആയുർവേദ പഞ്ചകർമ്മ യൂണിറ്റിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പും നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകും. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വനിതാ വിങ് ജില്ലാ പ്രസിഡന്റ് ശൈലജ ഹരിദാസ്, ഡോക്ടർ ലിഷിത സുജിത്ത്, ലവ്ലി തോമസ്, പ്രീതി പ്രശാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ്ങിൻ്റെ സഹകരണത്തോടെ പ്രാണ ആയുർവേദ ക്ലിനിക്കും അതിനോട് പ്രവർത്തിക്കുന്ന നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ജൂലൈ 9 ഞായറാഴ്ച പ്രാണ ആയുർവേദ പഞ്ചകർമ്മ ക്ലിനിക്കിൽ വെച്ച് നടത്തുകയാണ്. 9 മണി മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത്.
മാനന്തവാടി അമൃത വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. മഠാധിപതി അക്ഷയാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ വിദ്യാർത്ഥികൾ അനുഷ്ഠാനപരമായ ആചാരങ്ങൾ നടത്തി. അനുഗ്രഹ പ്രഭാഷണം, ഭജന, സത്സംഗ് എന്നിവയും ഗുരുപൂർണിമയുടെ ഭാഗമായിരുന്നു. രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രിൻസിപ്പൽ ശാലിനി നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുത്തങ്ങ തകരപ്പാടിയിൽ വൻ സ്ഫോടക വസ്തുവേട്ട. പിടിച്ചത് അമോണിയം നൈട്രേറ്റ് അടക്കം അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. സ്ഫോടക വസ്തു കടത്തിയത് കൊടുവള്ളിയിലേക്കും മഞ്ചേരിയിലേക്കുമെന്ന സൂചന. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഫോടക വസ്തുവേട്ടയെന്ന റിപ്പോർട്ട്. സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കണമെന്ന ആവശ്യം. കാരാപ്പുഴ ഡാമിലെ വെള്ളം മലിനം. കോളിഫോം ബാക്ടീരിയയും ഈക്കോളിയും അപകടകരമായ അളവിൽ. ആരോഗ്യവകുപ്പിന് ആശങ്ക. കൽപ്പറ്റയിലും സമീപ പഞ്ചായത്തുകളിലും കുടിക്കാൻ കാരാപ്പുഴ വെള്ളം. തമിഴ്നാട് വനാതിർത്തിയിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ വെണ്ണ, വഴിക്കടവ്, ഗൂഡല്ലൂർ വനം ഡിവിഷനുകളിൽ. GST കടകളിലെ പരിശോധന ചെറുക്കുമെന്ന വ്യാപാരികൾ. മലഞ്ചരക്ക് വ്യാപാരം നിലച്ചു. തോട്ടം മേഖലയിൽ പ്രക്ഷോഭം പുകയുന്നു. ലയങ്ങൾ താമസയോഗ്യമാക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരക്കാഹളം. ബത്തേരി കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയം ശനിയാഴ്ച ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.